ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മളിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന 1995 വിക്ടബേർ നടത്തിയ ഒരു ബൈബിൾ ക്ലാസ്സാണ്. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ തരംഗം നമ്മളിലേക്ക് വന്ന് നിറയപ്പെടുന്ന സമയമാണ് പശ്ചാത്താപം നമുക്കുണ്ടാകുന്നത്. എളിമയും വിനയമുള്ള ഹൃദയത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് പശ്ചാത്താപം നമ്മളിലുണ്ടാകുന്നത്, അനുതാപം നമ്മളിലുണ്ടാകുന്നത്. ആ ഒരു ഹൃദയത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ കൽപ്പനകളോടും ചട്ടങ്ങളോടും ചേർന്നിരിക്കുവാനും നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ വചനങ്ങൾ ഓരോന്നും ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 21-23 തിരുവചനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവം വന്ന് നമ്മളിൽ വാസം ഉറപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം അഥവാ കൽപ്പനകൾ നമ്മൾ പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ്. ആ ഒരു കൃപ നമ്മുടെ ഹൃദയത്തോടു കൂടെ ആയിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പാപത്തെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തത നമ്മളിൽ വർദ്ധിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തിൻ്റെ ശത്രുതയാണ്. എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ശത്രുത? അത് കണ്ടുപിടിച്ച് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഒരു ആത്മാവിനെ നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടി ബ്രദർ പറയുന്ന ഒരു കാര്യമുണ്ട്. 4 വർഷം നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോഴാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, ദൈവഭക്തിയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ഒക്കെ ആത്മാവ്, ദൈവഭയത്തിൻ്റെ ആത്മാവ് ഒക്കെ നമ്മളിൽ വരുമ്പോൾ ഈ ശാന്തത നമ്മളിൽ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ്, ശാന്തമായിട്ട് നമ്മൾ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രമിക്കാം. വിക്ടബേറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ എന്നീ പുസ്തകത്തിലെ നമ്മൾ 82-ഉം 83-ഉം പേജുകളാണ് വായിക്കുക. ഇതിൽ നമ്മൾ കണ്ടു കടപ്പാടില്ലാത്ത സ്നേഹത്തെക്കുറിച്ച്. അൺകണ്ടീഷണൽ ലവ്, ഈശോയുടെ സ്നേഹം കടപ്പാടില്ലാത്തതാണ്, എപ്പോഴും പൊറുക്കപ്പെടുന്നതാണ്, എപ്പോഴും ക്ഷമിക്കപ്പെടുന്നതാണ്. എല്ലാവരുടെയും ദാഹം തീർക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളിൽ വരേണ്ടത്. സ്വാർത്ഥതകളില്ലാത്ത സ്നേഹം. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മളിൽ എങ്ങനെയാണ് ആവസിക്കുക? 4 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ കൃപയിൽ മറ്റുള്ളവരുടെ എല്ലാം മുൻപിൽ വരും. അപ്പോൾ പലർക്കും നിങ്ങളോട് വൈരാഗ്യവും വിദ്വേഷവും വരാൻ തുടങ്ങും. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. മുൻപന്മാർ പിമ്പന്മാരും പിൻപന്മാർ മുൻപന്മാരുമാവും. അപ്പോൾ അവർ വിചാരിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും മുൻപിൽ വന്നതെന്ന്. നിങ്ങൾ ആ സമയത്ത് നല്ല ആത്മീയ ശക്തരായിരിക്കും. വെളിപാട് 2:2. അപ്പസ്തോലനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുവാനുള്ള കൃപയും ദൈവം തരും. ഡെലിവറൻസിൻ്റെ കൃപ വരുമ്പോൾ ആത്മാക്കളെ എല്ലാം വിവേചിച്ചറിയുവാൻ പെട്ടെന്ന് സാധിക്കും. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. എഫെസസ് 2:8-9. ഇത് ആരും നേടിയെടുത്തതല്ല. നേടിയെടുക്കാം എന്ന് വിചാരിച്ച് നടന്നാലും ഈ കൃപ കിട്ടുകയില്ല. പ്രാർത്ഥനയിൽ കൂടിയും ഉപവാസത്തിൽ കൂടിയും ലഭിക്കുന്നതാണ്. ഈ ദാനത്തിൽ ആരും അഹങ്കരിക്കരുത്. ദാനം കൂടുമ്പോഴാണ് രോഗം വരുന്നത്. ഇത് ഒരു മുള്ളാണ്. 2 കൊറിന്തോസ് 12-7-ാം വാക്യം. ബലഹീനനായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ പ്രകടമാകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുകയാണ്, 4 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ കൃപയിൽ മറ്റുള്ളവരുടെ എല്ലാം മുൻപിൽ വരും. ഈ 4 വർഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട്. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ആ വിശുദ്ധിയിൽ ഉറച്ചു നിന്നാൽ നമുക്ക് ഈശോയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും. ഈശോയിൽ നമുക്ക് വളരുവാൻ സാധിക്കും. 4 വർഷത്തിൻ്റെ പ്രാധാന്യം. നാവിനെ നിയന്ത്രിച്ച്, കണ്ണുകളെ നിയന്ത്രിച്ച്, ഹൃദയത്തെ പാപത്തിൽ വീഴാതെ കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു അടിസ്ഥാനമിടും. വ്യക്തിപരമായ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ആത്മാവിലൊരു അടിസ്ഥാനമിടും. വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് നമ്മൾ ആഴമായ ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മൾ
വചനങ്ങൾ വായിച്ച് ഹൃദയത്തിൽ ആക്കി വചനത്തിലൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഒരു അടിസ്ഥാനം ഇടും. ഈ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ ശുശ്രൂഷയിലേക്ക് പോകുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മളിൽ ശക്തമായി വരിക. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്. 3 വർഷം ഈശോ നോക്കുകയാണ് മരത്തിൽ ഫലമുണ്ടോ എന്ന്. അത് ഫലം തരാതെ വരുമ്പോഴാണ് ഈശോ അത് വെട്ടി നശിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിൽ നിന്നും ഈ ഫലം പുറപ്പെടുന്നത് കർത്താവിൻ്റെ വചനത്തോട് നമ്മൾ വിശ്വസ്ത പുലർത്തുമ്പോൾ, വിശുദ്ധി പാലിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും പുറപ്പെടുക. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ദൈവം അരുളി ചെയ്യാണ്. 1 പത്രോസ് 5 തൊട്ട് 10 വരെയുള്ള തിരുവചനത്തിൽ അതിലും ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ ഇരിക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഇതേ സഹനം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുവിൻ. ഈശോയുടെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ഈശോയുടെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ ഇരുന്ന് കഴിയുമ്പോഴാണ് അവിടുന്ന് ശക്തമായിട്ട് നമ്മൾ ഉയർത്തുക. അപ്പോഴാണ് നമുക്ക് ഈ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ കുറിച്ച് മനസ്സിലാകുക. അവന് അലറുന്ന സിംഹമാണ്, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് നമ്മളോട് ആത്മാവിൽ എപ്പോഴും ജാഗരൂകത പാലിക്കുക, വിശുദ്ധി പാലിക്കുക എന്നാണ് നമ്മളോട് വിശുദ്ധ പത്രോസ് ശ്ലീഹ പറയുന്നത്. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. മാനുഷിക ജീവിതം നയിക്കുന്ന നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഉത്കണ്ഠയുണ്ട്, ആകുലതയുണ്ട്, അസ്വസ്ഥതകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സമയങ്ങളിലെല്ലാം കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോയുടെ ഈ വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-34 തിരുവചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ ഈശോയുടെ ഈ രാജ്യവും നീതിയും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ അനുഗമിക്കുക, അനുസരിക്കുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ദൈവം കൂട്ടിച്ചേർക്കപ്പെടും എന്നവിടുന്ന് അരുളി ചെയ്യുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. ലോകമെമ്പാടുമുള്ള സഹോദരങ്ങളിൽ നിന്ന്, നമ്മുടെ കഴിഞ്ഞു പോയവരും നമ്മുടെ കാലവും വരാനിരിക്കുന്ന തലമുറകളും എല്ലാം ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കാരണം ദൈവം ഒന്നേയുള്ളൂ, ഒരു സത്യദൈവമേ ഉള്ളൂ. ആ സത്യദൈവത്തിനൊരിക്കലും മാറ്റം സംഭവിക്കപ്പെടുകയില്ല. കാരണം ഈ ഒരു ശുദ്ധീകരണത്തിലൂടെ മനുഷ്യരായ നമ്മൾ എല്ലാവരും കടന്നു പോകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ പക്വത പ്രാപിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരായി നമ്മുടെ മാതാപിതാക്കന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് അവരുമായി ദൈവം സംസാരിച്ച് കൂടെ നടന്നപ്പോഴാണ് തിന്മയുടെ അരൂപി അവരുടെ ഇടയിൽ പ്രവേശിച്ച് ദൈവവുമായി ഒന്നിച്ചായിരുന്നപ്പോൾ ആത്മാവിൽ സ്വതന്ത്രരായിരുന്നു, അവർക്ക് കഷ്ടതകളില്ലായിരുന്നു. ഭൂമുഖത്തുള്ള എല്ലാവരിലും വെച്ച് ഏറ്റവും വ്യത്യസ്തപ്പെട്ടവരായി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളായിരുന്നു മനുഷ്യർ. അതേസമയം ഈ ഛായ, ദൈവത്തിൻ്റെ ഛായ നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റപ്പെട്ടത് എപ്പോഴാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മനുഷ്യനും കൂടി സഹകരിച്ചു തിന്മയുടെ കൂടെ. തിന്മ സംസാരിച്ചപ്പോൾ മനുഷ്യൻ അത് ശ്രവിച്ച് അതിന് ചെവി കൊടുത്ത് അനുസരിച്ചപ്പോൾ, സാത്താൻ്റെ വാക്കുകളെ അനുസരിച്ചപ്പോൾ ദൈവത്തിൽ ഉള്ള സ്വാതന്ത്ര്യം അവൻ്റെ നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെ പാപം വന്നു. അതിനുശേഷമാണ്
കർത്താവ് നമ്മളെ പുറത്തേക്ക് വിട്ടത് വീണ്ടും ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നും കൂടി പഴം പറിച്ചു തിന്ന് നമ്മൾ അമർത്യരാകാതിരിക്കാൻ വേണ്ടി, അഹങ്കാരം വന്ന് വീണ്ടും സാത്താനാകാതിരിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ കഷ്ടതയുടെ വേദനയുടെ ഇതിലേക്ക് കടത്തിവിടുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, നീ മണ്ണാണ്, മണ്ണിനോട് നീ മല്ലടിക്കും. അതുപോലെ തന്നെ അരിഷ്ടതകൾ, വേദനകൾ നിന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും എന്നെല്ലാം പറഞ്ഞ് ദൈവം മനുഷ്യനെ പുറത്താക്കുകയാണ്. ഈ സഹനങ്ങളിൽ പെടുന്ന മനുഷ്യരായ നമ്മൾ, ഈ കഷ്ടതയിൽപ്പെടുന്ന മനുഷ്യരായ നമ്മൾ ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൽ നിന്നുള്ള മോചനം ലഭിക്കുക. അതുകൊണ്ട് ഈശോ പലപ്പോഴും വെളിപ്പെടുത്തുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഈ ഈശോയിലൂടെ മാത്രമാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുക. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന തിന്മയിലേക്കാണ്. ആ തിന്മയെ പുറത്താക്കി നമ്മൾ വിശുദ്ധി പാലിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വതന്ത്രരായ മക്കളായി മാറുന്നത്. 2 കൊറിന്തോസ് 3:16 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നതുപോലെ മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, നമ്മളിൽ മാനസാന്തരം സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാകുക. ഈശോയുടെ സ്നേഹം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വതന്ത്രരായി, മനുഷ്യൻ്റെ മനുഷ്യനോ ഒരിക്കലും നമ്മളെ സംതൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നില്ലേ, കർത്താവേ, അങ്ങ് എന്നെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു, അങ്ങിൽ ലയിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. കാരണം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവം വച്ചിരിക്കുന്നതിനാൽ അവിടെ തിരിച്ചെത്തുമ്പോൾ ആ ദൈവവുമായിട്ടുള്ള ഒരു സംയോഗം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ സ്വതന്ത്രരാകുക. നമ്മൾ ദൈവത്തിൻ്റെ ഈ വചനത്തിലൂടെ നമ്മളൊരു 4 വർഷം കടന്ന് പോകുമ്പോൾ വിശുദ്ധി നമ്മളെ ആവരണം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം നമ്മൾ കണ്ടു, 3-ാം അധ്യായം അതിൽ 24-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം അവിടുന്ന് കെരൂബുകളെ കാവലിൽ നിർത്തി, എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടെ സ്ഥാപിച്ചു. ഈ എല്ലാ വശത്തേക്കും കറക്കപ്പെടുന്ന വാളുകൾ നമ്മളെ വിശുദ്ധീകരിക്കുന്ന വാളുകളാണ്. ദൈവത്തിൻ്റെ ഈ വചനമാണ്. ഈ വചനത്തിലൂടെ നമ്മൾ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് വിശുദ്ധീകരണം സംഭവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ 4 വർഷം കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം എന്ന് പറയുക. ഈ 4 വർഷം വരുമ്പോൾ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് പാപത്തെ വിട്ടുകളയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശക്തി പ്രാപിക്കും. ഇതിൽ പറയുന്നുണ്ട്, അസൂയ, അസ്വസ്ഥത, സ്വാർത്ഥത, തിന്മയുടെ ശക്തികൾ, പ്രശ്നമുണ്ടാക്കുക, ഇതെല്ലാം ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മൾ ഈശോയിൽ ശക്തിപ്പെട്ട് വരുമ്പോഴാണ്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ സാത്താൻ ഭയന്ന് വിറയ്ക്കുകയാണ്. നമ്മളിൽ ഈശോ ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ തെളിവാണ് അവന് അസ്വസ്ഥനാകുക, പ്രശ്നങ്ങളുണ്ടാകുക എല്ലാം വരുന്നത്. അപ്പോഴെല്ലാം നമ്മൾ ശാന്തരായി ഈശോയുടെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ ഇരിക്കുമ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കും. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. അതിനുശേഷം ബ്രദർ പറയുന്നുണ്ട്, ഈ കൃപ നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ് ഡിസൈൻമെൻറ്റ് നമുക്ക് ലഭിക്കുക. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് അരൂപിയാണ് ഓരോ വ്യക്തികളിലും കുടികൊള്ളുന്നത്. ചിലരിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവായിരിക്കും, ചിലരിൽ പാപത്തിൻ്റെ അടിമയായിരിക്കും, ചിലർ മദ്യപാനത്തിന് അടിമയായിരിക്കും, വ്യഭിചാരത്തിന് അടിമകളായിരിക്കും. ഇങ്ങനെ പല പാപത്തിന് ഓരോ വ്യക്തികളും അടിമയാണെങ്കിൽ അവയെ കണ്ടുപിടിക്കുവാനുള്ള ഒരു കൃപയുണ്ട്. അത് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് അടുക്കുമ്പോഴാണ് ഏത് ആത്മാവാണ് ഓരോ വ്യക്തിയിലും ഇരിക്കുന്നതെന്നും ആ തിന്മയുടെ ശക്തിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അവർ അതിൽ നിന്ന് സ്വതന്ത്രരാകുന്നതെന്നും എല്ലാം
കർത്താവ് വെളിപ്പെടുത്തി തരിക. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ കപട അപ്പസ്തോലന്മാരെ തിരിച്ചറിയാൻ സാധിക്കും. കപട വേഷം കെട്ടി ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞു വരുന്നവരെയും ക്രിസ്തുവിൻ്റെ വചനത്തിൽ മായം ചേർക്കുന്നതെല്ലാം കണ്ടുപിടിക്കാനുള്ള കൃപ കിട്ടുന്ന എപ്പോഴാണ്? നമ്മളിൽ വിശുദ്ധി വരുമ്പോഴാണ്. നമ്മൾ ഓരോ തിന്മയുടെ ശക്തിയെയും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളിൽ ആത്മീയ ശക്തി വേണം. അല്ലെങ്കിൽ നമ്മളും ആ പാപത്തോടൊപ്പം കീഴ്പ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് അടുത്ത് കഴിഞ്ഞ് മാത്രമേ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലും ഇറങ്ങാവൂ എന്ന് ബ്രദർ കർശനമായിട്ട് നിർദ്ദേശിക്കുക. അതുകൊണ്ടാണ് ആ ആത്മീയ ശക്തി വന്നതിന് ശേഷമാണ് നമ്മൾ ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളേണ്ടത് എന്നുള്ള വചനം ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റൊരുവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയപ്പെടും. ഇതിൽ പറയാണ്, ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റൊരുവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. നമുക്ക് ആത്മീയ ശക്തിയില്ലാതെ ആത്മീയ യുദ്ധത്തിന് പോകുമ്പോൾ ആ ശത്രുവിനെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ശക്തി പ്രാപിക്കണം. ആദ്യമേ തന്നെ നമ്മൾ ആ തിന്മയുടെ ശക്തിയെ മധ്യസ്ഥ പ്രാർത്ഥനകൾ വഴി എല്ലാം നമ്മൾ കീഴ്പ്പെടുത്തണം എന്ന് പറയുകയാണ്. നമ്മൾ ഓരോ തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തി വരുമ്പോഴാണ് നമുക്ക് വിജയം വരിക്കുവാൻ സാധിക്കുകയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 11 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരു പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ നീ അഭിമാനം കൊള്ളും. ഇതിലെല്ലാം പറയുന്നത് എന്താണ്? ആ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് ദൈവം നമ്മെ മെതിവണ്ടിയാക്കുക. കർത്താവ് നമ്മെ എപ്പം മെതിവണ്ടി ആക്കുന്നുവോ അവിടം വരെയും നമ്മൾ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നമ്മൾ ശാന്തരായിട്ടിരിക്കണം. കർത്താവ് അരുളിച്ചെയ്യുന്നു, കൃമിയായി യാക്കോബേ, അവിടെ നമ്മളെ വിളിക്കുകയാണ്. എളിമപ്പെടുത്തി 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 ദൈവം ശാന്തരാക്കി നമ്മളെ ആയിരിക്കുന്നത് വരെ ആക്കിയ ശേഷം മാത്രമാണ് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ നമ്മളെ ഉയർത്തുക. ഈ 4 വർഷത്തെ കഷ്ടതകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. ആ പഠിപ്പിക്കുന്നതിലും എളിമപ്പെടുന്നതിലൂടെ ദൈവരാജ്യം വളർന്നു വരികയാണ്. നമ്മുടേതായിട്ടുള്ളതെല്ലാം അവിടെ നമ്മളെ എടുത്തു മാറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ദൈവം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? ദൈവത്തിൻ്റെ നാമം കളങ്കിതമാകാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ വിശുദ്ധീകരിച്ച് തന്നിലോട് അടുപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ കള്ളം ഇല്ലാത്തവരാക്കി മാറ്റുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാക്കി മാറ്റുകയാണ്. അപ്പോഴാണ് അവിടുന്ന് പുതിയതും മൂർച്ചയുള്ളതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ മെതിവണ്ടിയാക്കി നമ്മളെ മാറ്റുക. അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. 4 വർഷമെങ്കിലും ഈശോയുടെ കൂടെ ശാന്തരായി നമുക്കിരുന്നു കൊണ്ട് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാം.
നമ്മളിൽ അടിസ്ഥാനമായി നിലനിൽക്കുന്ന അസൂയ, അപവാദം, പരദൂഷണം, കപടത, അശുദ്ധി, വഞ്ചന, 1 കൊരിന്ത്യർ 3 3 വാക്യവും 1 പത്രോസ് 2 1 തൊട്ട് 3 വരെയുള്ള വചനങ്ങളും അവ നമ്മളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ വളരെയേറെ സമയങ്ങൾ എടുക്കും. ഈ പാപങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പുറത്താക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിൽ വാസമർപ്പിക്കും. ആ ഒരു അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും തരണമേ. കർത്താവിൻ്റെ മെതിവണ്ടിയാക്കി നമ്മളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. തീർച്ചയായും പരിശുദ്ധ മറിയമാണ് ഈശോയുടെ എല്ലാ ശുശ്രൂഷകളിലും ഈശോയുടെ ഒപ്പമുണ്ടായിരുന്ന ആ മറിയത്തെ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.